മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ തുടരുകയാണ്. മെഡിക്കൽ കോളേജുകൾ വേണ്ടത്ര പശ്ചാത്തല സംവിധാനങ്ങളോ വേണ്ടത്ര മാനവ വിഭവശേഷിയും ഇല്ലാത്തതുകൊണ്ട് വീർപ്പുമുട്ടുന്നൊരവസ്ഥയുണ്ട്. മെഡിക്കൽ കോളേജുകൾ ആ രീതിയിൽ ICUവിലാണോ എന്ന അന്വേഷണമാണ് റിപ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട കോന്നിയിലെ ആശുപത്രിയിലും സമാനമാണ് സ്ഥിതി. പത്തനംതിട്ട കോന്നിയിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി വരുന്നുവെന്നറിഞ്ഞപ്പോൾ എല്ലാ പത്തനംതിട്ടക്കാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. ഒരു അത്യാഹിതമോ രോഗമോ വന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ഉള്ള ഓട്ടം ഒഴിവാക്കാം എന്നതായിരുന്നു അന്ന് ആശ്വാസം. എന്നാൽ ഇന്ന് പേരിനൊരു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന വിമർശനമാണ് കോന്നി മെഡിക്കൽ കോളേജിന് നേരെ ഉയരുന്നത്. കാണാം കോന്നിയിൽ എന്താണ് സംഭവിക്കുന്നത്. 2020 സെപ്റ്റംബർ 14-നാണ് കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ OP പ്രവർത്തനം ആരംഭിച്ചത്. 2021 ഫെബ്രുവരി 10-ന് IP-യും പ്രവർത്തനം ആരംഭിച്ചു. കോന്നി മെഡിക്കൽ കോളേജിൽ OP IP പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയെയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ OP-യിലെ തിരക്കാണിത്. മെഡിക്കൽ കോളേജായിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ കോന്നി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാത്തത്? കാരണങ്ങൾ നിരവധിയാണ്. നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിൽ 51 ഡോക്ടർമാരും 75 സ്റ്റാഫ് നഴ്സുമാരും മാത്രമാണുള്ളത്. ഇനിയും ധാരാളം തസ്തികകൾ ഇവിടെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ എണ്ണം 500-ഓളമാണ്. ശൈശവദശയിലുള്ള കോന്നി മെഡിക്കൽ കോളേജിൽ ഇത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പത്തനംതിട്ട കോന്നി പരിസര പ്രദേശങ്ങളിൽ വാഹനാപകടമോ മറ്റോ സംഭവിച്ചാൽ പരിക്കേറ്റവരെ എത്തിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിയിലേക്കാണ്. കോന്നി മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് പരിക്കേറ്റവരെ എത്തിക്കുന്നില്ല. ഇതിന് കാരണവുമുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഇതുവരെ കോന്നി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടില്ല. ന്യൂറോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ന്യൂറോ സർജനുമില്ല. ഘട്ടം ഘട്ടമായി പുതുതായി തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങൾ സജ്ജീകരിക്കാൻ കഴിയൂ എന്ന് സമ്മതിച്ചാലും കോന്നി മെഡിക്കൽ കോളേജിന്റെ വികസനം മന്ദഗതിയിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ അഭിപ്രായപ്പെട്ടു. UDF ഗവൺമെന്റും അന്ന് ഈ കാര്യത്തിൽ ലക്ഷ്യം വെച്ചിരുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഇപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. അവിടെ വരുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ അപകടകരമായ അപഹാസ്യമായ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചു. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അപകടം പറ്റിയപ്പോൾ ആ വിദ്യാർത്ഥിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടായ മനുഷ്യനെ അതിന്റെ തൊട്ടടുത്ത് നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. OP വിഭാഗം നിലവിൽ താൽക്കാലിക ഇടത്താണ് പ്രവർത്തിക്കുന്നത്. OP ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതേയുള്ളൂ. ലക്ഷ്യ ലേബർ റൂമിന്റെ നിർമ്മാണം 60% പൂർത്തിയായിട്ടുണ്ട്. OP-യിൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ENT, ഒഫ്താൽമോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക് ഉൾപ്പെടെ 13 വിഭാഗങ്ങൾ മാത്രമാണുള്ളത്. കൂടുതൽ തസ്തികകൾ അനുവദിച്ച് ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കാലഘട്ടത്തിനനുസൃതമായ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടേക്ക് വരണം. ആളുകൾക്ക് കൃത്യമായ സേവനം അവിടെ നിന്നും കിട്ടുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ട ശുശ്രൂഷ അവിടുന്ന് ലഭിക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകണം. തോന്നൽ മാത്രമല്ല, അവിടെ വരുന്ന ആളുകൾക്ക് അതിനനുസൃതമായ കാര്യങ്ങൾ ഉണ്ടാകണം. 49 ഏക്കറിലാണ് കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിലെത്തണമെങ്കിൽ ഇനിയും കുറഞ്ഞത് 20 ഏക്കർ സ്ഥലം കൂടി വേണ്ടിവരും. പൂർണ്ണ തോതിൽ കോന്നി മെഡിക്കൽ കോളേജ് സജ്ജമാകണമെങ്കിൽ ഇനിയും പല കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, കാസർഗോഡ്, വയനാട് ഈ 2 മെഡിക്കൽ കോളേജുകളുടെയും പരിതാപകരമായ അവസ്ഥ നമ്മൾ കണ്ടു. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജും മെഡിക്കൽ കോളേജായിട്ട് ഉയരുമ്പോഴും അതിൻ്റെ പരിമിതികളും അവസ്ഥയും മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അരുൺ, പത്തനംതിട്ട കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിന്റെ രണ്ടാം ഫേസ് തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ക്വാർട്ടേഴ്സ് നിർമ്മാണം അവിടെ 10 നിലകളിലായി പുരോഗമിക്കുന്നുണ്ട്. MBBS പ്രവേശനം 2 വർഷമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 200 കുട്ടികളോളം അവിടെ പഠിക്കുന്നുണ്ട്. ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. OP-യും IP-യും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മറ്റ് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കാഷ്വാലിറ്റി ഉണ്ടെങ്കിൽ പോലും അവിടെ ന്യൂറോളജി വിഭാഗം അവിടെ ഇല്ല. അത്തരത്തിലുള്ള പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലേക്ക് ഈ കോന്നി മെഡിക്കൽ കോളേജ് എന്നുള്ളത് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് എത്തുക. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലാണ്
അവിടേക്കാണ് ഇപ്പോഴും രോഗികളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഒരു കോന്നി മെഡിക്കൽ കോളേജ് എന്നൊരു ചോദ്യം വിമർശകർ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടിയായി പലപ്പോഴും അനുകൂലിക്കുന്നവർ പറയുന്നത് ഒരു മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം പലപ്പോഴും ഘട്ടം ഘട്ടമായിട്ടേ അത് പുരോഗമിക്കുകയുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞ് 2-3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണതോതിൽ എത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഈ മെഡിക്കൽ കോളേജിനെ അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് കൂടുതൽ ആളുകളും ഒരു പനിയോ അല്ലെങ്കിൽ മറ്റ് പ്രാഥമികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾക്കായി ഇപ്പോഴും പത്തനംതിട്ട ജനറൽ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവനക്കാരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. 55-ൽ താഴെ ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ, 75-ൽ താഴെ സ്റ്റാഫ് നഴ്സുമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും എത്രയോ ജീവനക്കാരുടെ നിയമനങ്ങൾ അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു പോരായ്മ കൂടി കോട്ടയം മറ്റു മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് കോന്നി മെഡിക്കൽ കോളേജിനുണ്ട്. മറ്റൊന്ന്, യാത്രാ സൗകര്യം എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ദൂരെ മാറിയാണ്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശം വരെ വലിയ വീതിയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അത് 2 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ദൂരേക്ക് മാറി ഇടുങ്ങിയ റോഡാണ്, ഗ്രാമീണ റോഡാണ്. അപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഈ ആശുപത്രിയിലേക്ക് വരുന്നവർക്ക് ഈ റോഡിൻ്റെ ഒരു പോരായ്മയുണ്ട്. ആ റോഡിൻ്റെയൊക്കെ വീതി കൂട്ടുമെന്നൊക്കെ അധികൃതർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല. മറ്റൊന്ന്, നേരത്തെ പാറകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഈ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പൂർണ്ണമായും പാറകളൊക്കെ പൊട്ടിച്ചു മാറ്റിയ ശേഷമാണ് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചത്. ഇപ്പോഴും ഈ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന പലയിടങ്ങളിലും പാറകൾ ഇപ്പോഴും ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസവും ശക്തമായിട്ടുള്ള മഴയിൽ പാറ ഇടിഞ്ഞു വീണ്ടിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്ന ഒരു മേഖല കൂടിയാണ് ഈ കോന്നി മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് ഉള്ളത്. അത് തീർച്ചയായിട്ടും അതിന്റെ പോരായ്മകൾ സർക്കാർ തലത്തിൽ തന്നെ കണ്ടുകൊണ്ട് അത് പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പത്തനംതിട്ടക്കാർക്ക് ഉണ്ടായിരിക്കുന്നത്. ശരിയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമോ ന്യൂറോളജി അടക്കമുള്ള വിഭാഗങ്ങളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല കോന്നിയിൽ എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. എങ്കിലും കോന്നി മെഡിക്കൽ കോളേജിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ഈ പരിമിതികൾ മറികടക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.